ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് ഒരു പൊട്ടറ്റോ കറിയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് മേച്ചായിട്ടുള്ള ഒരു ഈസി സിമ്പിൾ ഉരുളക്കിഴങ്ങ് കറി. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, പച്ചമുളക്, ഇഞ്ചി, അതുപോലെ കുറച്ച് തേങ്ങ ചിരകിയത്, ഉരുളക്കിഴങ്ങ് ഓൾറെഡി പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, ഒരു ഉള്ളി, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കടലപ്പൊടി. ഇനി നമുക്ക് വേഗം തന്നെ തയ്യാറാക്കി നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആണ് ഞാനിവിടെ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കുറച്ച് കടുക് ഇട്ട് കൊടുത്തു, കുറച്ച് കടലപ്പരിപ്പ്, അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പ്. കടുക് പൊട്ടുന്നതിനോട് കൂടി തന്നെ കടലപ്പരിപ്പ് ഉഴുന്നുപരിപ്പും ചുമന്ന നിറമായിട്ട് വരും. കടലപ്പരിപ്പ് ഉഴുന്നുപരിപ്പൊക്കെ ഈ ഉരുളക്കിഴങ്ങ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകുന്നതായിരുന്നു. കുറച്ച് കായത്തിൻ്റെ പൊടിയും ഹിങ് പൗഡർ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും ഇഞ്ചിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 2 പച്ചമുളകാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു വലിയ ഉള്ളി കൂടി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് സാധനങ്ങളെ ഇതിന് ആവശ്യമുള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതെല്ലാം ഉള്ളിയെല്ലാം ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തു. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ ഓൾറെഡി പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയൊന്ന് ചതച്ചെടുക്കാൻ, ഞാൻ തേങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്ത് അതുപോലെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. നിങ്ങളെ എരിവിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടാം, അതുപോലെ തന്നെ കുറക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി. ഈ കറിക്കൊരു തിക്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും കടലപ്പൊടി ചേർത്ത് കൊടുത്താൽ. അതും കൂടി ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതുകൂടി ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. കൈകൊണ്ട് ഉടച്ചെടുത്താൽ മതി. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ഇപ്പോൾ രാവിലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കെല്ലാം പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റിന്, പുട്ടിനായാലും ചപ്പാത്തി, പൂരി, ഏത് ബ്രേക്ക്ഫാസ്റ്റിനായാലും മാച്ചാകുന്ന ഒരു കറിയാണിത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നെയ്യിലൊക്കെ ആക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ പൊട്ടറ്റോ ആയതുകൊണ്ട് ഗ്യാസൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ച ആൾക്കാർ തയ്യാറാക്കാൻ മടിക്കും. പക്ഷേ ഗ്യാസൊന്നും ഉണ്ടാകാണ്ടിരിക്കാൻ അതിന് വേണ്ടിയിട്ട് കായമൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്നുകൂടി ഒന്ന് കറി തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, ഇത് ഓപ്ഷണലാണ്, ഷുഗർ വേണ്ടാത്തവർ ചേർക്കേണ്ട. അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഇതിന് വളരെ ടേസ്റ്റ് നൽകുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ പൊട്ടറ്റോ കറിയാണ്. വീഡിയോ കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.